ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങളൊരു വ്ളോഗായിട്ട് വന്നിരിക്കുവാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു റിപ്ലീസ് അക്വേറിയത്തിൽ വരണമെന്ന്. ഞങ്ങൾ 1 വീക്ക് മുന്നേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അന്നാണ് ആ വീക്കിലെ ഏറ്റവും കോൾഡസ്റ്റ് ഡേ, അതായത് -18°C ഒക്കെ ആയിരുന്നു. ഫീൽസ് ലൈക്ക് -21 ഒക്കെ ആയിരുന്നു. പക്ഷേ എന്താ ചെയ്യാൻ, നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവാണ് റിപ്ലീസ് അക്വേറിയത്തിലേക്ക്. ഞാൻ കാനഡയിലെത്തിയത് 2022 നവംബറിലാണ്. അന്ന് തൊട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു റിപ്ലീസ് വരണമെന്ന്. നന്ദു ഇതിന് മുന്നേ പോയിട്ടില്ല. പക്ഷേ അന്ന് നമുക്ക് എന്തോ ആ വർഷം നമുക്ക് നടന്നില്ല. പിന്നെ 2023 ആയപ്പോൾ നമ്മളിങ്ങനെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഈ തോട്ടിലേക്ക് ഓക്കെ, നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തു, ഇനി എന്തായാലും നമുക്ക് കുഞ്ഞായിട്ട് പോകാം. കാരണം കുഞ്ഞിനെല്ലാം കണ്ട് മനസ്സിലാവുന്ന ഒരു പ്രായമാകുമ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിന് 5 months ആണ്. അപ്പോൾ അവൻ കറക്റ്റായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ പാർക്കിംഗ് സ്പോട്ട് കിട്ടിയത് ഒത്തിരി ദൂരം കേട്ടോ. അങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്ന എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിനെയാണ് നിങ്ങൾ കാണുന്നത്. അമ്മ ഫസ്റ്റ് ടൈം വന്നിട്ടോ തണുപ്പിൽ ഇത്ര എക്സ്പോസ്ഡ് ആവുന്നത്. പിന്നെ ടിക്കറ്റ്സ് എടുക്കുന്നത് നമ്മൾ ഷാർക്സ് ആഫ്റ്റർ ഡാർക്ക് എന്നൊരു ഓപ്ഷനാണ് ഞങ്ങൾ എടുത്തത്. അതായത് 5 മണിക്ക് ശേഷം വിസിറ്റ് ചെയ്യുന്നത്. 5 മണിക്ക് ശേഷം വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് $5 ഓഫ് കിട്ടും. അപ്പോൾ $41 നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഒന്നുകിൽ വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരാം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ട സ്ലോട്ട് നമുക്ക് നോക്കി ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഇതുപോലെ കയോസ്ക് ഡെസ്കിലും ചെയ്യാം. നമുക്ക് ഇല്ലെങ്കിൽ കസ്റ്റമർ സർവീസിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്ത് തരും. ഇതാണ് കേട്ടോ അകത്ത് കയറുമ്പോൾ ഉള്ള വ്യൂ. നമുക്ക് കയറുമ്പോൾ തന്നെ അവിടെ താഴെയായിട്ടൊരു പാർക്കുണ്ട്. പാർക്ക് ഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അക്വേറിയം മോഡൽ, അതായത് ഷാർക്കിൻ്റെ ഷേപ്പിലും നമ്മുടെ ലോബ്സ്റ്ററിൻ്റെ ഷേപ്പിലും ഒക്കെ. പിന്നെ ഇവിടെ പല കാറ്റഗറീസിലായിട്ടാണ്, അതായത് ഡിസ്കവറി സെൻറ്റർ, അങ്ങനെ പല ഷാർക്സിൻ്റെ തന്നെ പല രീതിയിലൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ ഒരു നോട്ടീസ് ബോർഡുണ്ട്, ഒരു മാപ്പുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം അനിമൽസൊക്കെ അത്ര നമുക്ക് ക്ലോസ് ആയിട്ട് കാണാം. പിന്നെ അക്വേറിയത്തിലൊക്കെ കൊണ്ടുപോകണം എന്ന് പറയുമല്ലോ കുട്ടികളെ, അവരെ കണ്ണിനൊക്കെ നല്ലതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവ എൻജോയ് ചെയ്യുന്നത് കാണാനും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാനഡയിലല്ലാത്തവർക്ക് അറിയാൻ വേണ്ടി പറയുക കേട്ടോ. റിപ്ലീസ് അക്വേറിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ ഒണ്ടാറിയോ എന്നൊരു പ്രൊവിൻസിൽ ടൊറൻഡോ, മെയിൻ സിറ്റിയായ ടൊറൻഡോയിലാണ്. ടൊറൻഡോ ഡൗൺ ടൗണിലായിട്ടാണ് നമ്മൾ റിപ്ലീസ് അക്വേറിയം വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഓഫ് CN ടവർ എന്ന് പറയും. നമ്മുടെ കാനഡ, പ്രത്യേകിച്ച് ടൊറൻഡോയിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു മസ്റ്റ് സീ അട്രാക്ഷൻസിൽ വരുന്നതാണ് CN ടവറും റിപ്ലീസ് അക്വേറിയം. അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ വന്ന് നമുക്ക് രണ്ടും വിസിറ്റ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനും ഇവരുടെ ഒരു ടൂറിസ്റ്റ് പ്ലാനിലുണ്ട്. അതായത് രണ്ടും കൂടെ ഒരു പാക്കേജായിട്ട്. അപ്പോൾ അത് നല്ലൊരു, നമ്മൾ ഓൾറെഡി CN ടവർ അല്ലാണ്ട് വിസിറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. നമ്മൾ ഒരു ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മോൻ കുറച്ച് ഫസ്സി ആവും. ഒരുപാട് അവേഴ്സ് നമ്മൾ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മളിപ്പോൾ റിപ്ലീസ് അക്വേറിയമാണ് ഇന്ന് കവർ ചെയ്യുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം അവിടെ കുഞ്ഞു കുട്ടികൾ, അതായത് മൂന്നിന്നും ചെറുതായ കുഞ്ഞുങ്ങൾ തൊട്ട് നല്ല ഏജുള്ള ആൻറ്റിമാരും ഒരു അമ്മമ്മമാരും അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് ആദ്യം അക്വേറിയത്തിൽ കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് അവിടെ എന്തെങ്കിലും സ്മെല്ലുണ്ടാവുമോ, കാരണം വെള്ളം അതൊക്കെയല്ല എനിക്കറിയില്ല. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ പോയിട്ടില്ല അക്വേറിയത്തിലൊന്നും. പക്ഷേ ഇറ്റ് വാസ് സോ വെൽ മെയിൻറ്റെയിൻഡ്. ഒരു കുറ്റം എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. ഒരു നല്ല ഹൈജീനിക് ആയിരുന്നു. ഒരു ക്ലെൻലിനെസ്സിൻ്റെ ഒരു കുറവോ ഒന്നും നമുക്ക് തോന്നിയില്ല. നമ്മൾ പാലൊക്കെ ഓൾറെഡി ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അവിടെ നഴ്സിംഗ് റൂം ഉണ്ടാവുമോ, നഴ്സിംഗ് റൂമിൽ വൃത്തി ഉണ്ടാവുമോ, അങ്ങനെ കുറേ ഒരു ഫസ്റ്റ് മോമിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഓൾറെഡി പാലൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ അവിടെ ആക്ച്വലി നഴ്സിംഗ് റൂം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അതിന് മുന്നേ അവന് പാലൊക്കെ കൊടുത്തു. കാരണം അവൻ ചെറുതായിട്ടൊന്ന് ക്രാങ്കി ആയപ്പോഴേ ഞാൻ കൊടുത്തു. കാരണം ബാക്കി നമുക്ക് മോൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാവരുടെയും മൂഡ് സ്പോയിലാവും. പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഭാഗ്യത്തിന് അവൻ പാൽ കുടിച്ചു. നമുക്ക് ആ കാങ്കുരു ബാഗ് ഇരുന്നതിന് അവൻ പാലും കുടിച്ചു. അപ്പം അങ്ങ് സെറ്റായി. നമ്മളങ്ങനെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പല കാറ്റഗറി ആയിട്ട് ഇവർ അക്വേറിയത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് എന്താണെന്നുള്ള എഴുതിയിട്ടുണ്ട്. കണ്ടോ, റെയിൻബോ റീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. നമുക്കിത് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ നമ്മൾ അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് വരിക, അത് മോന് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു. അവർ കണ്ണു എല്ലാം ക്ലിയറായി വരുന്നത് ഒരു 5 months കഴിയുമ്പോഴാണല്ലോ അവർക്ക് കുറച്ചും കൂടെ ഒക്കെ കാണാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കവിടെ വന്ന എല്ലാ വിസിറ്റേഴ്സും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കണ്ടു. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ചിലരൊക്കെ മാറി നിൽക്കുക, അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ അക്വേറിയത്തിൽ വന്നപ്പോൾ എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. ഇവിടെ മോർ ദാൻ 1000 സീ ക്രീച്ചേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഓരോന്നും ഏത് സ്പീഷീസാണ്, എന്നാണ് അവരുടെ ബർത്ത്, അതിപ്പോഴും ഉണ്ടോ അതോ എക്സ്റ്റിൻറ്റ് ആയോ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അവിടുത്തെ ബോർഡ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളടുത്ത മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയ ഷാർക്ക് സെഷനിലേക്ക് പോവുകയാണ്. അതിനാണ് അവർ ഡേഞ്ചറസ് ലഗൂൺ എന്നാണ് ആ കാറ്റഗറിയെ പറയുന്നത്. ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ആ ലോങ്ങസ്റ്റ് ടണൽ എന്ന് പറയുന്നത്. നമ്മുടെ
ചുറ്റുമായിട്ട് അക്വേറിയമായിട്ട് നമ്മൾ ആ വെള്ളത്തിൻ്റെ നടുക്ക് നമ്മളും ആ മീനിൽ ഒരാളാണ് എന്ന് നമുക്കിങ്ങനെ തോന്നുന്ന ഒരു ഫീലാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മൂവിങ് വാക്ക് വേ ഉണ്ടായിരുന്നു, റാമ്പായിട്ട് നമുക്ക് എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ. അപ്പം നമുക്ക് ജസ്റ്റ് അതിൽ കയറി നിന്നാൽ മതി, നമുക്കിങ്ങനെ ചുറ്റും കണ്ടു പോകാം. എന്നാൽ അത് ഭയങ്കര സ്ലോയും അല്ല, എന്നാൽ സ്പീഡും അല്ല, നമുക്ക് ഇത്രയും ടൈം എടുത്ത് നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്. നമുക്കല്ല ഇതിലിപ്പോൾ കയറേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനായിട്ട് അല്ലാണ്ട് സൈഡിൽ കൂടെ നടന്നും പോകാം കേട്ടോ. പക്ഷെ നമുക്ക് കുഞ്ഞായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കണ്ട് പോകാൻ ഇത് നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ട്രോളർ എടുത്തായിരുന്നു. മോനെ സ്ട്രോളർ എടുത്തപ്പോഴത്തേക്ക് അവന് കാണുന്നൊന്നും അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ താഴ്ന്നിരിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാങ്കറു ബാഗ് തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത കേട്ടോ. അപ്പം അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. കാരണം അപ്പോൾ അവർക്ക് നമ്മുടെ ആ ഒരു ഹൈറ്റിൽ തന്നെ അവർക്കെല്ലാം കാണാൻ പറ്റും. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ മൂവിങ് വാക്ക് വേയും നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല ചിരിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ വാക്ക് വേ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാൻ അങ്ങനെ ഭയങ്കര അക്വാരിയം ഫാനൊന്നുമല്ല. നന്ദു പക്ഷേ ഒരു അക്വാരിയം ഫാനാണ്. നന്ദുവിന് നാട്ടിലാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തുള്ളപ്പോഴും സൂവിലൊക്കെ പോകുമ്പോഴും അക്വാരിയമാണ് നന്ദുവിൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഞാൻ അങ്ങനെ വലിയൊരു ഫാനൊന്നുമല്ല. പക്ഷേ ദിസ് മെയ്ഡ് മീ എ ഫാൻ ഓഫ് ഈ സ്പീഷീസൊക്കെ ഇത് കാണുന്നതും. പിന്നെ എത്ര നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വെള്ളമാണെങ്കിലും അറിയാമല്ലോ, വെള്ളമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. അവരത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് മൊത്തത്തിൽ. നമ്മുടെ പേസിൽ നമുക്ക് ഇങ്ങനെ പോയി എല്ലാം എൻജോയ് ചെയ്ത് പോകുമായിരുന്നു. നോർത്ത് അമേരിക്കാസ് ഹയസ്റ്റ് സീ ടണലാട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എടുത്തു ഞങ്ങൾക്കത് മൊത്തം കണ്ട് കഴിയാനായിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനൊക്കെ കുറച്ചൊന്ന് ഫസിയൊക്കെ ആയി. അപ്പോൾ ഞാൻ അവനെ കാങ്കറി ബാഗിൽ നിന്നൊക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ചൊന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ആ 20 മിനിറ്റ് ടണൽ കഴിഞ്ഞ് ഇറങ്ങുന്നത് തന്നെ ഒരു കഫറ്റീരിയ പോലെ ഒരു ഏരിയ, ഒരു പാർക്കുണ്ട് അവിടെ. അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് കളിക്കുന്ന പലതരം എന്താ പറയുക പാർക്ക് സെറ്റിങ്സ് അവിടെ ഉണ്ട്. അതൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് ആ ഒരു ബ്രേക്ക് ശരിക്കും അവിടെ വേണം. ഒരു ഹാഫ് വേ കഴിഞ്ഞു നമ്മുടെ അക്വേറിയത്തിൻ്റെ. അവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, കോഫി കുടിക്കാം, കുട്ടികൾക്ക് കളിക്കാം, വാഷ്റൂംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പ് നന്നായിട്ട് നമ്മളത് യൂസ് ചെയ്തു. മോൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കണ്ടോ, ഇതൊരു കിഡ്സ് ക്രോൾ ഏരിയ ആണ്. ഈ ക്രോളൊക്കെ ചെയ്യുന്ന കുട്ടികളെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവർ ആ ടണൽ വഴി ക്രോൾ ചെയ്തൊക്കെ ഇറങ്ങും. മോനിൽ നിന്നും കുറച്ചും കൂടെ വലിയ കുട്ടികളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇത് ഗാലറി എന്നാണ് അടുത്ത സെക്ഷൻ്റെ പേര്. അടുത്ത് നമ്മൾ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺസ് ആണ്. ഡ്രാഗൺസ് ആയിരുന്നു ഫുള്ളും. അതും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഒരു റെഡ് തീമിലായിരുന്നു അവരത് മൊത്തം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോന് ഡ്രാഗൺസ് കാണാൻ കുറച്ച് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഡ്രാഗൺസ്, അലിഗേറ്റേഴ്സ് ഒക്കെ ആയിരുന്നു. മോന് നമ്മളെപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നൊരു സംഭവമാണ് A for അലിഗേറ്റർ എന്ന് പറഞ്ഞിട്ട്. അവൻ അലിഗേറ്റർ ആദ്യമായിട്ട് കണ്ട മൊമെൻറ്റ് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. A for alligator.
ഷാർക്കിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ പ്ലാനറ്റ് ജെല്ലീസ് ആയിരുന്നു കേട്ടോ. ഈ ജെല്ലി ഫിഷൊക്കെ നമുക്ക് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അത് എത്രത്തോളം ക്യാമറയ്ക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കുറേ അധികം നല്ല ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റി, നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റി. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. വിത്ത് ദാറ്റ് നമ്മൾ റിപ്ലേസ് അക്വേറിയം ഫുള്ളി കവർ ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആൻഡ് റീസൈക്ലിംഗ് സിസ്റ്റം ഒക്കെയാണ്. ശരിക്കും എനിക്കിത് കാണണം എന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവർ എത്ര നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ ടോട്ട്ലേഴ്സിനൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ വെള്ളത്തിൻ്റെ സംഭവങ്ങളും ഇവർക്ക് സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ റിപ്ലേസിൽ തന്നെ നമുക്ക് ഫോട്ടോ ബൂത്ത് സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫോട്ടോസ് നമുക്ക് അല്ലാതെ എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. അതാണ് ഞാൻ എടുക്കാത്തത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. നമുക്ക് പല പല പോസിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ നമുക്ക് അവിടെ ഇഷ്ടമുള്ള പാക്കേജിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഞങ്ങൾ എടുത്തത് 2 ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് പ്ലസ് ഒരു കീ ചെയിൻ്റെ ഒരു പാക്കേജാണ്. അവരപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്തു തരും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്കത് ഫോർ എവർ ട്രഷർ ചെയ്യാമല്ലോ. പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ഒരു പൂള് പോലെ സ്ഥലത്ത് ഇതുപോലത്തെ ഫിഷസിനൊക്കെ കാണാം. നമുക്ക് സത്യം പറഞ്ഞാൽ വെള്ളത്തിലൊക്കെ തൊടാൻ കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല, മോനെയൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ അവിടുത്തെ നമുക്ക് ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. ഇതുപോലത്തെ സുവനീഴ്സൊക്കെ മേടിക്കാൻ, കാനേഡിയൻ സുവനീഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മേടിക്കാം. പിന്നെ ഫുൾ ക്രിസ്മസ് തീം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഫുൾ അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോ ഇനി എപ്പോഴും ഇങ്ങനെ ആണോ എന്നും എനിക്കറിയത്തില്ല, ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട്. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ദ വിസിറ്റ്. ആ മണി വർത്തായിരുന്നു. ആദ്യം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചായിരുന്നു ഇത്രയും ഓവർ ഹൈപ്ഡ് ആണോ ഇനി എന്ന്. പക്ഷേ അല്ല, ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് തംസ് അപ്പ് ഫ്രം അവർ സൈഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.